ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 18ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യൂഷിയും മറ്റുള്ളവരും പോയി കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടുന്ന ക്രൗൺ പ്രിൻസിനെയാണ്. ക്രൗൺ പ്രിൻസിനെ നോക്കി അവിടെ ദൂഗുബോയും ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ദൂഗുബോ സന്തോഷത്തോടെ ഈ വാർത്ത ബെങ്ങിനെ വന്ന് അറിയിക്കുന്നതാണ് കാണിക്കുന്നത്. ചക്രവർത്തി ടൈഗർ ടാലി യൂഷിക്ക് കൊടുത്തു. തിയാൻഡുവോ സാമ്രാജ്യത്തിലെ പവർഫുൾ ആയിട്ടുള്ള ആർമിയുടെ ഉത്തരവാദിത്തമാണല്ലോ അവന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൗൺ പ്രിൻസിന്റെ ദേഷ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി അവന് നമ്മുടെ കാര്യങ്ങളിലോ ചക്രവർത്തിയുടെ കാര്യങ്ങളിലോ ശ്രദ്ധിക്കാനൊന്നും സമയമുണ്ടാകില്ല. ഇത് ശരിക്കും ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. ചക്രവർത്തിയെ സമാധാനപൂർവ്വം നമുക്ക് രക്ഷിക്കാമല്ലോ. ബെങ് അത് കേട്ട് സന്തോഷത്തോട് ചോദിക്കുകയാണ്, അപ്പോ ആന്റിഡോട്ടും കണ്ടുപിടിച്ചോ? എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ ദൂഗുബോ നല്ല നിരാശയിലാകുന്നുണ്ട്. കാരണം ആന്റിഡോട്ട് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ ദൂഗുബോ പറയുകയാണ്, പക്ഷേ ഒരാൾ വിചാരിച്ചാൽ ചക്രവർത്തിയെ രക്ഷിക്കാൻ സാധിക്കും. അവൻ സഹായിക്കുമോ എന്നറിയില്ല, പക്ഷെ അവൻ നല്ലവനാണ്, സഹായിക്കാതിരിക്കില്ല. അത് കേട്ട് സന്തോഷത്തോടെ ബെങ് ചോദിക്കുകയാണ്, വിഷത്തിന്റെ കാര്യത്തിൽ അങ്ങേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളോ? അത് ആരാണ്? ആരാണെങ്കിലും എന്ത് വില കൊടുത്തും അവനെ ഇവിടെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ദൂഗുബോ പറയുന്നുണ്ട്, അവൻ എന്റെ ഒരു ഫ്രണ്ടാണ്. അവനെ ഇവിടെ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിന്റെ ഫാദർ തീർച്ചയായും രക്ഷപ്പെടും. പിന്നെ കാണിക്കുന്നത് ഷ്രക്ക് അക്കാദമിയാണ്. അവിടെ ക്രൗൺ പ്രിൻസ് മാർഷൽ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടേക്ക് യൂഷി വന്നു കഴിയുമ്പോൾ ക്രൗൺ പ്രിൻസ് രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തുന്നു. ക്രൗൺ പ്രിൻസ് സോൾ മാസ്റ്റേഴ്സ് ലീജിയൻ എന്ന വലിയ ആർമിയുടെ കമാൻഡർ ആയിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഈ വ്യക്തിയെയാണ്. അപ്പോഴാണ് കുറച്ചു മുമ്പ് അവർ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം നമ്മളെ കേൾപ്പിക്കുന്നത്. ടൈഗർ ടാലി യൂഷിയിൽ നിന്ന് തിരികെ ക്രൗൺ പ്രിൻസിനെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ഇവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യൂഷി ഒരു പണ്ഡിതൻ തന്നെയാണ്, പക്ഷെ അയാൾക്ക് വലിയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർഷൽ പറയുന്നത് ചക്രവർത്തി എന്ത് മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ അത് കേട്ട് ക്രൗൺ പ്രിൻസ് പറഞ്ഞത് ചക്രവർത്തിക്ക് ചക്രവർത്തിയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അത് കേട്ട് മാർഷൽ തന്നെ പറഞ്ഞിരുന്നു, എന്തൊക്കെ തന്നെ ആയാലും സോൾ മാസ്റ്റേഴ്സിന്റെ ലീജിയനോട് കമാൻഡ് ചെയ്യുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് കഴിയുമ്പോൾ ടൈഗർ ടാലി യൂഷി തന്നെ ക്രൗൺ പ്രിൻസിന് തരും. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. യൂഷിയെ അവഹേളിക്കുന്ന രീതിയിലാണ് മാർഷൽ സംസാരിക്കുന്നത്. ഞാൻ വെറും 8 സോൾഡറും ഉള്ള സോൾ മാസ്റ്റർ ആണ്. ചക്രവർത്തി അങ്ങനെയാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങയുടെ ഉപദേശമൊക്കെ എനിക്ക് വേണ്ടി വരും. അല്ല, അങ്ങയുടെ ശക്തി എത്രമാത്രമുണ്ട് അത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതെല്ലാം തന്നെ പുറത്ത് നിന്ന് ഫ്ലാൻഡറും എർലോങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യവും ആകുന്നുണ്ട്. എന്നിട്ടും അയാളുടെ ചോദ്യം കേട്ട് കാമായിട്ടാണ് യൂഷി അതിന് ഉത്തരം പറയുന്നത്. എനിക്ക് അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല. എന്റെ ലെവല് 41 ആണ്. ഇപ്പോഴും എനിക്ക് 4 സോൾഡറുകൾ മാത്രമേ ഉള്ളൂ. മ്യൂട്ടേഷൻ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചിരിച്ചുകൊണ്ട് മാർഷൽ പറയുകയാണ്, തമാശയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തമാശ പറയാൻ പാടില്ല. യൂഷി എന്നിട്ടും പറയുകയാണ്, ഞാൻ തമാശയൊന്നുമല്ല, കാര്യമാണ് പറഞ്ഞത്. ക്രൗൺ പ്രിൻസ് അപ്പോൾ ഒരുപാട് നല്ലവനായിട്ട് അഭിനയിച്ചൊക്കെ പറയുകയാണ്, ചക്രവർത്തിക്ക് യൂഷിയുടെ ടാലന്റിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഈ പദവി നൽകിയത്. എന്നാൽ അത് കേട്ടിട്ടും മാർഷൽ പറയുകയാണ്, ഇത്രയും പവർ ഇല്ലാത്ത ഒരാൾക്ക് എന്റെ സൈന്യത്തെ ഞാൻ വിട്ടുതരില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യൂഷി ടൈഗർ ടാലി പുറത്തെടുത്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് സോൾ മാസ്റ്റേഴ്സ് ലീജിയനോട് കമാൻഡ് ചെയ്യാൻ നിന്റെ ആവശ്യമില്ല. ടൈഗർ ടാലി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മാർഷൽ പോലും അതിനെ വണങ്ങുന്നുണ്ട്. അതിനുശേഷം പൊളൈറ്റ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾ പറയുകയാണ്, ശക്തനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സോൾ മാസ്റ്റേഴ്സിന്റെ ലീജിയനെ നയിക്കാനാവുകയുള്ളൂ. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതിനിടയ്ക്ക് യൂഷിയുടെ ലെവലൊക്കെ പറഞ്ഞ് മാർഷല് അവഹേളിക്കുന്നത് കേട്ടപ്പോൾ പ്രതികരിക്കുന്നതിന് വേണ്ടി വാതിൽ തുറന്ന ഫ്ലാൻഡർ അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എർലോങ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ പദവി കിട്ടിയപ്പോൾ തന്നെ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്ന് യൂഷി നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് എന്തുത്തരം പറയണമെന്ന് യൂഷിക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായും ഈ സൈന്യത്തെ യൂഷി തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും. മാർഷൽ സോൾഹാളിനെ പരാജയപ്പെടുത്തും. ഫ്ലാൻഡറിന് പോലും എർലോങ്ങിന്റെ ആ വാക്കുകൾ ഇഷ്ടമായി. യൂഷി ആകട്ടെ അതിനുശേഷം തുടർന്ന് പറയുകയാണ്, ഏകദേശം 70,000 ആളുകളാണ് സോൾ മാസ്റ്റേഴ്സ് ലീജിയനിൽ ഉള്ളത്. അതിൽ 50% ആളുകളും വാർ അറ്റാക്ക് സോൾ മാസ്റ്റേഴ്സും 30% ആളുകളും എജിലിറ്റി ക്ലാനിൽ നിന്നുള്ളവരും 20% ആളുകൾ സപ്പോർട്ട് ബ്രാഞ്ച് സോൾ മാസ്റ്റേഴ്സുമാണ്. നിങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരേപോലെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്. എല്ലാവർക്കും ഒരേ ട്രെയിനിങ് മെത്തേഡ് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ലോ ലെവലുള്ള സോൾ മാസ്റ്റേഴ്സിന്റേത് 5 ലെവലും ഹൈ ലെവലുള്ള സോൾ മാസ്റ്റേഴ്സിന്റെ 3 ലെവലും മാത്രമാണ് വർദ്ധിച്ചത്. പക്ഷേ അക്കാദമിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവരുടെ 10 ലെവലുകളാണ് 5 വർഷം കൊണ്ട് വർദ്ധിച്ചത്. അതിനുശേഷം കൂടുതൽ ടെക്നിക്കുകളെ പറ്റി യൂഷി സംസാരിക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് മാർഷൽ പറയുകയാണ്, പൊള്ളയായ വാക്കുകൾ സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് റിസൾട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്ക് കണ്ടു
കണ്ടറിയണം. ക്രൗൺ പ്രിൻസ് ആകട്ടെ വീണ്ടും അഭിനയിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുകയാണ്, അതെ അതെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് സോൾജിയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. യൂഷി ആകട്ടെ അപ്പോൾ പറയുകയാണ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. പിന്നെ ടാങ്സാനെ കാണിക്കുന്നു, അവൻ സ്പിരിച്വൽ സീലാണ് ഉള്ളത്. അവൻ ഇങ്ങനെ പറയുകയാണ്, വൂവിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾ ബീസ്റ്റ് അവളുടെ ചുറ്റിനും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഈ ഒരു അപകടാവസ്ഥയിൽ ഞാൻ അവളുടെ കൂടെ തന്നെ വേണം. അപ്പോഴേക്കും താങ്ങിൻ എന്ന ഹുലീനയുടെ ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. അത് കേട്ട് പുറത്തുള്ള ടാങ്സാനും എഴുന്നേൽക്കുന്നു. അതിനുശേഷം അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഹുലീനയെയും മാർഷൽ സോൾ ഹാളിലുള്ള മറ്റുള്ളവരെയും അവിടെ കണ്ടു കഴിയുമ്പോൾ ആദ്യം എങ്ങനെയെങ്കിലും അവരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൻ ചിന്തിക്കുന്നു. ഹുലീനെ ആകട്ടെ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, നീ എന്താണ് ഈ കാട്ടിൽ? ടാങ്സാൻ അതിന് മറുപടി ആയിട്ട് പറയുന്നത്, കുറച്ചു നാളായിട്ട് എന്റെ ശക്തിയിൽ വർധനവൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനൊരു മാറ്റം വരുത്താൻ സോൾ റിംഗ് ആർജിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ഹുലീന അവനോട് നന്നായിട്ട് പെരുമാറുന്നത് യാണിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അതിനുശേഷം തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ടാങ്സൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. ഹുലീന അവനെ വിളിക്കാൻ ഒരുങ്ങിയതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഗോസ്റ്റ് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ക്രിസന്തും പറയുകയാണ്, പക്ഷേ നീ പറഞ്ഞത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. സത്യം പറയൂ, നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ടാങ്സൻ അപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ് അല്ല എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യത്തോടെ ക്രിസന്തും അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹുലീന ടാങ്സാന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, അവരെ ഒന്നും ചെയ്യരുത്. നെതർ വേൾഡ് സിറ്റിയിൽ നിന്ന് അവനാണ് എന്നെ രക്ഷിച്ചത്. ക്രിസന്തും അപ്പോൾ പറയുന്നുണ്ട്, ഹോത്തിയാൻ സെക്റ്റിൽ പെട്ട ഒരാൾ വെറുതെ ഇങ്ങനെ വരില്ല. ടാങ്സൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സെക്റ്റുമായിട്ട് പിരിഞ്ഞിട്ട് എത്രയോ വർഷമായി. ഹുലീന അപ്പോൾ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, സെക്റ്റുമായിട്ട് പിരിഞ്ഞെന്നോ? എന്താ കാരണം? അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ടാങ്സൻ പറയുന്നു. യാണാകട്ടെ അത് കേട്ട് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, നിന്റെ മുഖംമൂടി ഊരാനുള്ള ധൈര്യം പോലും നിനക്കില്ല, എന്നിട്ടാണോ ധിക്കാരത്തോടെ സംസാരിക്കുന്നത്? ശേഷം അവന്റെ മുഖംമൂടിയും ഊരാൻ പോകുന്നു. എന്നാൽ ഹുലീന അത് തടയുന്നു. ക്രിസന്തും പറയുകയാണ്, ഹേ ചെറുപ്പക്കാരാ, ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നീ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിന്നെ സോൾ റിംഗ് ആർജിക്കാനും ഞങ്ങൾ പെട്ടെന്ന് സഹായിക്കാം. ടാങ്സൻ അപ്പോൾ ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് സംശയമാകും. ഹുലീനയാകട്ടെ പറയുന്നത് ബിബി ഡോങ്ങിന് അവനെ ഇഷ്ടമായ അവനും മാർഷൽ സോൾ ഹാളിൽ ചേരണമെന്നാണ്. മാത്രമല്ല ഇനി എടുത്തു ചാടി അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുമ്പ് അവളെ രക്ഷിച്ചു എന്നതിന്റെ പേരിൽ അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ടാങ്സൻ ആകട്ടെ, ശരി ശരി, എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ, നിങ്ങളുടെ ബന്ധസ്ഥതയിലാണ്, നിങ്ങളെ എതിർക്കാനുള്ള ശക്തിയുമില്ല. അതും പറഞ്ഞുകൊണ്ട് ടാങ്സൻ അവിടെ ഇരിക്കുന്നു. യാണാകട്ടെ അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ പറയുകയാണ്, ഇവനോട് ഒരു ദയയും കാണിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ ഇവനെ കൊല്ലുകയാണ് വേണ്ടത്. എന്നാൽ ആരും തന്നെ അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ക്രിസന്തും ആകട്ടെ അവന്റെ മേലൊരു കണ്ണ് വേണമെന്ന് പറയുന്നു. അതിനുശേഷം ഹുലീനയെ വിളിച്ചുകൊണ്ടുപോയി രഹസ്യമായിട്ട് സംസാരിക്കുകയാണ്. യാണാകട്ടെ എന്നിട്ടും ടാങ്സാന്റെ അടുത്ത് വന്നിരുന്ന അവനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കിളി ഇതെല്ലാം നിരീക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കിളി തന്നെയാണ് വൂവിനെ എല്ലാ കാര്യങ്ങളും വന്ന് അറിയിക്കുന്നത്. രഹസ്യമായിട്ട് ഹുലീനയോട് ക്രിസന്തും പറയുന്നതാകട്ടെ ഇങ്ങനെയാണ്, ഇവനെ ജീവനോടെ വെച്ചിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹോത്തിയാൻ സെക്റ്റിലെ ഏതോ ഒരു രഹസ്യം അവനിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നെ. അതുപയോഗിച്ച് ബിബി ഡോങ് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ബ്ലോക്കേജ് എന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വൂവിന്റെ കൂടെ അവനെയും മാർഷൽ സോൾ ഹാളിലേക്ക് കൊണ്ടുപോകും. അതെല്ലാം കേട്ട് ഹുലീന പറയുകയാണ്, അവൻ ഞാൻ പറയുന്നത് കേൾക്കുമോ? ക്രിസന്തും അപ്പോൾ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നെതർ വേൾഡിൽ നിന്ന് പുറത്തു വന്നത്. രണ്ടുപേരും ടാലന്റഡ് ആണ്. അവന് സർവൈവ് ചെയ്യണമെങ്കിൽ മാർഷൽ സോൾ ഹാളിനെ വിധേയനായിട്ട് ജീവിക്കണം. അതല്ലാതെ വേറൊരു മാർഗവുമില്ല. നീ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഹുലീനയ്ക്ക് അവനോട് പ്രത്യേക അടുപ്പമുണ്ടെന്ന് ക്രിസന്തും മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ പ്രവൃത്തികൾ അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തം അവളെ തന്നെ ഏൽപ്പിക്കുന്നത്. ഡാമിങ് ആകട്ടെ വിഷമത്തോടെ വൂവിനോട് പറയുകയാണ്, ടാങ്സൻ ഉപയോഗിച്ചത് വളരെ പവർഫുൾ ആയിട്ടുള്ള കില്ലിംഗ് ഇന്റന്റും സോൾ പവറുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അത് ടാങ്സൻ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വൂ വിഷമത്തോടെ പറയുകയാണ്, എനിക്ക് വേണ്ടിയാണ് അവനിത് ചെയ്തത്. പക്ഷേ നിന്റെ അറ്റാക്ക് മൂലം അവന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ അവൻ മാർഷൽ സോൾ ഹാളിന്റെ കാര്യങ്ങളിൽ പെട്ടിട്ടുണ്ടാകും. അപ്പോഴേക്കും ആ കിളിയും അങ്ങോട്ട് വരുന്നു. മാർഷൽ സോൾ ഹാളിന്റെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ടാങ്സൻ അവരുടെ കരങ്ങളിലാണ് എന്ന് ഇതുവഴി വൂവിന് മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ വൂ അവനെ രക്ഷിക്കാൻ പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഡാമിങ് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നോളൂ, എർമിങ് അവനെ രക്ഷിക്കാൻ പൊക്കോളും. എന്നാൽ വൂ പറയുകയാണ്, ഇല്ല, അത് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ടാങ്സാന് എർമിങ്ങിനെ അറിയില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹുലീനയെ നോക്കുകയാണെങ്കിൽ യാണിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വീണ്ടും പേഴ്സണൽ ആയിട്ട് ടാങ്സനോട് സംസാരിക്കുകയാണ്. അവൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല, എന്തായാലും അവൻ ഇപ്പോൾ ഹോത്തിയാൻ സെക്റ്റിലില്ല, അങ്ങനെയെങ്കിൽ മാർഷൽ സോൾ ഹാളിന്റെ കൂടെ ചേർന്നൂടെ? വലിയ സമ്മാനങ്ങളാണ് അവനെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ മോഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ടാങ്സൺ പറയുകയാണ്, ഞാൻ ഹോത്തിയാൻ സെക്റ്റ് എന്നുള്ളതാണ്, മാർഷൽ സോൾ ഹാളിന്റെ ശത്രുക്കളാണ് ഹോത്തിയാൻ സെക്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാർഷൽ സോൾ ഹാൾ എന്നെ സ്വീകരിക്കുമോ? ചിരിച്ചുകൊണ്ട് ഹുലീന പറയുകയാണ്, നീ മാർഷൽ സോൾ ഹാളിനോട് സിൻസിയർ ആണെങ്കിൽ ഒരിക്കലും നിന്നെ മാർഷൽ സോൾ ഹാൾ നിരാകരിക്കില്ല. അല്ല, ഞങ്ങൾ നിന്നെ കണ്ടുപിടിക്കുന്ന സമയത്ത് നീ നിന്റെ സ്പിരിച്വൽ ഡിറ്റക്ഷൻ ശക്തി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി നിനക്ക്
ആരെങ്കിലും കാണാൻ സാധിച്ചോ? ടാങ്സൺ അപ്പോൾ ചോദിക്കുകയാണ്, മാർഷൽ സോൾ ഹാളിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രൂപ്പുമായിട്ട് വന്നിരിക്കുന്നു. എന്തോ വലിയൊരു കാര്യം അന്വേഷിച്ചാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ടാങ്സൺ അത് പറയുമ്പോൾ ക്രിസന്തവും ഗോസ്റ്റും മാർഷൽ സോൾ ഹാളിലെ മറ്റുള്ളവരും യാണും ഒക്കെ ടാങ്സാനെ നോക്കുന്നുണ്ടായിരുന്നു. ടാങ്സൺ പറയുകയാണ്, നീ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു രഹസ്യം പറയാം. രഹസ്യത്തിന് പകരം രഹസ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹുലീനയുടെ ഡയലോഗ് തന്നെയാണ്. നെതർവേൾഡ് സിറ്റിയിൽ വെച്ച് അവനോട് പറഞ്ഞ ഡയലോഗ് തന്നെ. ഹുലീന അത് ഓർക്കുകയും ചെയ്യുന്നു. അവൾ അതിനുശേഷം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിന് ഇത് വലിയ രഹസ്യമൊന്നുമല്ല. ശേഷം വൂവിനെ പിടിക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊരു മടിയും കൂടാതെ അവൾ പറയുന്നു. അത് കേട്ട് ടാങ്സാന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടുന്നു. എങ്കിലും ദേഷ്യം അടക്കി അവൻ പറയുകയാണ്, ഇത്രയും വലിയ കാര്യമാണല്ലോ നിങ്ങൾ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഏകദേശ ലൊക്കേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമല്ലോ. ഹുലീന അത് കേട്ട് പറയുകയാണ്, കുറെ വർഷമായി ഈ ബീസ്റ്റിനെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് അടയാളങ്ങളൊക്കെ വെച്ച് അതിന്റെ ഏകദേശ ലൊക്കേഷനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും എക്സാക്ട് ലൊക്കേഷൻ ഞങ്ങൾക്കറിയില്ല. ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടത് ഒരു സോൾ ബീസ്റ്റ് മൂലമാണ്. മനുഷ്യന്റെ ഗന്ധവും എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു. അത് കേട്ട് എല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടി വന്ന് ഏത് ഡയറക്ഷനിൽ നിന്നാണ് അത് കിട്ടിയതെന്ന് ചോദിക്കുന്നു. വൂവിനെ രക്ഷിക്കാനാകട്ടെ ടാങ്സൺ റോങ് ആയിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവർ പറയുകയാണ്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ അടയാളങ്ങൾ അനുസരിച്ച് അത് എതിർദിശയിലാണല്ലോ. നീ സത്യമാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പിച്ച് അവൻ അതെ എന്ന് പറയുന്നു. അപ്പോൾ ഗോസ്റ്റ് അവനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ക്രിസന്തം പറയുകയാണ്, ആ ശക്തിയുടെ അളവനുസരിച്ച് ഞങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സോൾ ബീസ്റ്റ് അല്ല നിന്നെ ആക്രമിച്ചിരിക്കുന്നത്. നീ നുണയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെക്കാളും അല്ലെങ്കിൽ അവരുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ബീസ്റ്റ് ആണ് അവനെ ആക്രമിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം അവൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ ആക്രമിക്കുന്നതിന് വേണ്ടി ക്രിസന്തവും ഗോസ്റ്റും മുന്നോട്ട് വരുന്നു. ഹുലീനയ്ക്കാണെങ്കിൽ അവനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. പെട്ടെന്ന് ഒരു ശബ്ദം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പിടിക്കാനല്ലേ വന്നിരിക്കുന്നത്? എന്റെ ലൊക്കേഷന് മനസ്സിലായി. നീ എന്നെ പിടിക്കാൻ മുന്നോട്ട് വന്നോളൂ. അതുകൊണ്ട് തന്നെ ടാങ്സനെ ആക്രമിക്കാതെ അവർ വൂവിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ഹുലീന ടാങ്സനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുമുണ്ട്. അതിനുശേഷം അവർ അവിടെ എത്തിക്കഴിയുമ്പോൾ കാണുന്നത് എർമിങ്ങിന്റെ തോളിൽ നിൽക്കുന്ന വൂവിനെയാണ്. ടാങ്സനെ കണ്ടു കഴിയുമ്പോൾ തന്നെ വൂവിന് മനസ്സിലാകുന്നുണ്ട് അത് ടാങ്സൻ ആണെന്ന്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ടാങ്സനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവൻ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ സിറ്റുവേഷൻ മനസ്സിലാക്കി അവൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇത് ഷിയുൺ ശ്രദ്ധിക്കുന്നുണ്ട്. വൂ ആകട്ടെ ദേഷ്യത്തോടെ അവരോട് പറയുകയാണ്, എന്നെ പിടിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദുഷ്ടപ്രവൃത്തികളാണ് ഈ ഫോറസ്റ്റിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. ഒരുപാട് നിഷ്കളങ്ക രക്തം ഇതിലൂടെ നിങ്ങൾ ചൊരിഞ്ഞു. അതിനെല്ലാത്തിനും തന്നെ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് വൂ എർമിങ്ങിന്റെ പുറത്തുനിന്ന് ചാടി താഴേക്ക് ഇറങ്ങുന്നു. എർമിങ് ആകട്ടെ നിലത്തിടിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള അവന്റെ അറ്റാക്ക് നടത്തുന്നു. ഒരു വിധത്തിലാണ് അതിനെതിരെ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ ഗോസ്റ്റും ക്രിസന്തവും അതിൽ നിന്ന് പുറത്തു കടന്ന് എർമിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. എർമിങ് ആകട്ടെ ഗ്രാവിറ്റി ഫീൽഡും വേറെ ശക്തികളും ഉപയോഗിച്ച് ഗോസ്റ്റിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ദൂരേക്ക് തെറിച്ചു പോയി ഗോസ്റ്റ് വീണ് കഴിയുമ്പോൾ അവൻ ചോര തുപ്പുന്നുണ്ട്. അത് കണ്ട് ക്രിസന്തും ദേഷ്യത്തോടെ എർമിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഡാമിങ് ഉയർന്നു വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ക്രിസന്തവും ഒരുപാട് ദൂരേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അത് മാത്രമല്ല ഒരു മരത്തിൽ ഇടിച്ചു വീണ് ചോര തുപ്പുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഗോസ്റ്റ് ആകട്ടെ അതിനുശേഷം ക്രിസന്തുവിന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നു. എന്തോ വലിയൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാകും. ഡാമിങ് എർമിങ്ങിനോട് അവരെ തടയണം എന്ന് പറയുന്നു. ഡാമിങ് വെള്ളത്തിന്റെയും വേറെ കുറെ ശക്തികൾ ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നാൽ എർമിങ് അവരുടെ അടുത്തെത്തുന്നതിന് മുമ്പേ ക്രിസന്തവും ഗോസ്റ്റും പരസ്പരം കൈകോർത്ത് അവരുടെ ശക്തികൾ പ്രയോഗിക്കുന്നു. ബൈപോളാർ സ്റ്റിൽ ഡൊമൈൻ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഇതുമൂലം ഡാമിങ്ങും എർമിങ്ങും വളരെ വളരെ സ്ലോ ആയി പോവുകയാണ്. വെറുതെ നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാച്ചുവിനെ പോലെ നിൽക്കുകയാണ്. വൂ അപ്പോൾ എർമിങ്ങിന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എർമിങ് ആകട്ടെ അവളോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. അവർ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിലും അവർക്ക് വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. അത് കേട്ട് ക്രിസന്തവും ഗോസ്റ്റും ആകട്ടെ ഹുലീനയോടും ടീമിനോടും പറയുകയാണ്, ഉടനെ തന്നെ വൂവിനെയും പിടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകൂ. കുറച്ചു നേരത്തേക്ക് മാത്രമേ ഞങ്ങൾക്ക് ഇവരെ ഇങ്ങനെ നിർത്താൻ സാധിക്കുകയുള്ളൂ. വൂ ആകട്ടെ എർമിങ് പറഞ്ഞത് കേട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. മാർഷൽ സോൾ ഹാളിലുള്ള എല്ലാവരും ആകട്ടെ അവളെ പിടിക്കാനും ഒരുങ്ങുന്നു. ടാങ്സൻ ആകട്ടെ അത് കണ്ട് ഷിയൂണിനെ പുറകിൽ നിന്ന് അടിച്ച് ബോധം കെടുത്തുന്നു. ഹുലീന അത് കണ്ട് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ ടാങ്സൻ എല്ലാവരെയും ഒരേപോലെ ആക്രമിക്കുകയാണ്. ശേഷം ബ്ലൂ സിൽവർ പ്ലാന്റ് ഉപയോഗിച്ച് ഹുലീനെ അടക്കം എല്ലാവരെയും കവർ ചെയ്യുന്നു. യാൺ ആകട്ടെ അല്പം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം മോചിതനായിട്ട് നല്ല രീതിയിലുള്ള അറ്റാക്ക് ടാങ്സന്റെ നേരെ വിടുന്നു. എന്നാൽ അതൊന്നും തന്നെ ടാങ്സന് ഏറ്റില്ല. ഹുലീനെ ആകട്ടെ ബ്ലൂ സിൽവർ പ്ലാന്റിൽ നിന്ന് റിലീസ് ആയതിനു ശേഷം ടാങ്സനെതിരെ നല്ല രീതിയിൽ ആക്രമണം നടത്തുന്ന സമയത്ത് അവന്റെ മുഖമൂടിയും തകർന്നു പോകുന്നു. അപ്പോഴാണ് അത് ടാങ്സൻ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അവൾ ശരിക്കും തകർന്നു പോകുന്നുണ്ട്. അത് കണ്ട് അവൾ അനങ്ങാതെ നിൽക്കുകയാണ്. യാണാകട്ടെ ഈ അവസരത്തിൽ സർവ്വശക്തിയും എടുത്ത് ടാങ്സനെതിരെ ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ അധികമൊന്നും സമയമെടുക്കാതെ ടാങ്സൻ അവന്റെ ഹാമർ ഉപയോഗിച്ച് യാണിനെ തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഹുലീനയും അവനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ടാങ്സന്റെ അറ്റാക്ക് മൂലം തെറിച്ചു പോയി വീഴുന്ന
നിൽക്കുന്ന ഹുലീനയുടെ തല ഒരു കല്ലിലിടിച്ച് അവളുടെ ബോധം പോകുന്നു. യാൺ അപ്പോൾ ആകുലതയോടെ ഹുലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹുലീനയെ അവൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലോ. ടാങ്സാനെയും വൂവിനെയും നോക്കുകയാണെങ്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ടാങ്സാൻ പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ആരെങ്കിലും നിന്നെ തൊടണമെങ്കിൽ ആദ്യം എന്നെ നേരിടണമെന്ന്. വൂ പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. ശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. യാൺ ആകട്ടെ ദേഷ്യത്തോടെ മാർഷൽ സോൾ ഹാളിലുള്ളവരോട് അവരെ പിടിക്കാൻ പറയുന്നു. അവർ രക്ഷപ്പെട്ടു ഓടുന്ന സമയത്ത് കുറെ ആളുകൾ അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് നിഷ്പ്രയാസം അറ്റാക്ക് ചെയ്ത് അവരെ എല്ലാവരെയും കീഴടക്കുന്നു. മാർഷൽ സോൾ ഹാളിന്റെ ഒരുപാട് ആളുകൾ അവരെ പിന്തുടർന്ന് വന്നിരുന്നു. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആളുകളും തന്നെയായിരുന്നു. എന്നിട്ടും ടാങ്സാനും വൂവിനും അവരെ എല്ലാവരെയും കീഴടക്കാൻ സാധിച്ചു. ടാങ്സാന് ചെറിയ മുറിവ് പറ്റിയതല്ലാതെ ആർക്കും കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോഴേക്കും യാണും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നു. ഹുലീനയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അവരെ കണ്ടു കഴിയുമ്പോൾ ടാങ്സാനും വൂവും ഉടനെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. മറ്റൊരു സ്ഥലത്തെത്തി അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി വൂ അവളുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണം അവിടെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം രഹസ്യമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് ടാങ്സാനെയും കൂട്ടി അവൾ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന കൊക്കയിലേക്ക് എടുത്തു ചാടിയ ഒരു ഗുഹയിലാണ് അവർ എത്തിച്ചേരുന്നത്. വൂ പറയുകയാണ്, ഇതിനടുത്താണ് സ്നേക്ക് കേവ് ഉള്ളത്. ദീർഘനാളായിട്ട് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതിനുശേഷം മുന്നോട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും അവർ വേറെ കൊക്കയിലേക്ക് വീഴുന്നു. യാണും മറ്റുള്ളവരും ആകട്ടെ വൂ അടയാളം ഉപേക്ഷിച്ച സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവർ ആ വഴി തന്നെയാണ് കടന്നു പോയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഒരു വ്യക്തിയെ മാത്രം ആ സ്ഥലം നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് യാണും മറ്റുള്ളവരും ടാങ്സാനും വൂവും വേറെ ഏതെങ്കിലും വഴി പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഏതോ ഒരു വഴിയിലൂടെ അവരെ അന്വേഷിച്ചു പോകുന്നു. ടാങ്സാനെയും വൂവിനെയും നോക്കുകയാണെങ്കിൽ ടാങ്സാന്റെ മുകളിലാണ് ഇപ്പോൾ വൂ കിടക്കുന്നത്. ടാങ്സാൻ ചോദിക്കുകയാണ്, ഇതും സ്നേക്ക് കേവിന്റെ ഭാഗം തന്നെയാണോ? കുറെ നാളായി താൻ ഇങ്ങോട്ട് വന്നത് അത് താൻ ഓർക്കുന്നില്ല എന്ന് വൂ പറയുന്നു. അതിനുശേഷം ടാങ്സാന്റെ ബോഡിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ടാങ്സാന് വേദന അനുഭവിക്കുമ്പോൾ വൂ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു. ടാങ്സാൻ അത് ചെറിയ മുറിവാണ് എന്ന് പറയുമ്പോൾ വൂ പറയുകയാണ്, നിനക്കത് ചെറിയ മുറിവായിരിക്കാം, പക്ഷെ എന്റെ ഹൃദയം തകരുന്നത് പോലെയാണ്. ശേഷം ആ മുറിവുകളിൽ മരുന്ന് വെക്കുന്നതായിട്ടും വെച്ച് തുടക്കുന്നതായിട്ടും കാണിക്കുന്നു. ടാങ്സാൻ അപ്പോൾ ചിരിക്കുന്നത് കണ്ട് വൂ, നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ടാങ്സാൻ പറയുകയാണ്, നീ പണ്ടും ഇതേപോലെ എനിക്ക് ചെയ്തു തരാറില്ലേ, അതൊക്കെ ഓർത്ത് ചിരിച്ചതാണ്. പണ്ടും നിനക്ക് എന്തെങ്കിലും മുറിവ് വന്നാൽ നീ കരയാറില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയുമായിരുന്നു. അതിനുശേഷം ടാങ്സാൻ പറയുകയാണ്, ഇനി മരുന്നൊന്നും വെക്കണ്ട, എന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് എംപറർ പദവിയിലേക്ക് എത്തിയില്ലേ, അതിന്റെ ശക്തി എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. വൂ പറയുകയാണ്, എല്ലാം തന്നെ ഞാനും അറിയുന്നുണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള ബ്ലൂ സിൽവർ പ്ലാന്റിലും മാറ്റം വരുന്നുണ്ടായിരുന്നു. അത് എംപറർ പദവിയിലായത് ഞാൻ മനസ്സിലാക്കി. നിന്റെ അമ്മ ഒരു പ്ലാന്റ് ബീസ്റ്റ് ആണെന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഹെക്ടോമില്ലേനിയം പ്ലാന്റ് ബീസ്റ്റ് ആവുന്നതിന് വേണ്ടി നിന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാകുമല്ലേ. അതിനുശേഷം മനുഷ്യനായി കഴിഞ്ഞതിന് ശേഷവും ആ കഷ്ടപ്പാട് അവസാനിച്ചില്ല. അപ്പോൾ ടാങ്സാൻ അവന്റെ അമ്മക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനെയും അവന്റെ ഫാദറിനെയും രക്ഷിക്കുന്നതിന് വേണ്ടി ടാങ്സാന്റെ അമ്മയ്ക്ക് സ്വയം ബലി കൊടുക്കേണ്ടി വന്നു. അവന്റെ അച്ഛന്റെ സോൾഡറിങ് ആകേണ്ടി വന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വൂ പറയുകയാണ്, നിന്റെ അമ്മ നിന്റെ ഫാദറിനെയും നിന്നെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാകും. ടാങ്സാൻ പറയുകയാണ്, ആ ഒരു കുറ്റബോധം മൂലമാണ് ഫാദർ നിരാശയിലാണ്ടത്. എങ്കിലും അമ്മ മരിച്ചതിന് ശേഷം ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ഒരു വിത്ത് അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വളരുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. ഫാദറും ഇപ്പോൾ അവിടെ തന്നെയുണ്ട്. നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. വൂവിന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. ടാങ്സാൻ ചോദിക്കുകയാണ്, അല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 സോൾ ബീസ്റ്റുകളെ നീ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, എർമിങ്ങും ഡാമിങ്ങും എന്ന്. അപ്പോൾ വൂ ഒരുപാട് സന്തോഷത്തോടെ അവരെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ എനിക്ക് സഹോദരങ്ങളെ പോലെയാണ്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോസ്റ്റിനും ക്രിസന്തുവിനും അധിക നേരം അവരെ പിടിച്ചു നിർത്താനാകില്ല. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാനും നിന്നെ അവർക്ക് പരിചയപ്പെടുത്തി തരാം. ടാങ്സൺ അതിനുശേഷം പറയുകയാണ്, ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് ഈ കാട്ടിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമല്ലേ. വിഷമത്തോടെ വൂ പറയുകയാണ്, എനിക്ക് മാത്രമല്ല കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിനെല്ലാത്തിനും കാരണമായ മാർഷൽ സോൾ ഹാളിനെ ഞാൻ വെറുതെ വിടില്ല. ടാങ്സൺ പറയുകയാണ്, ഞാനും നിന്റെ കൂടെ തന്നെയുണ്ട്. അതിനുശേഷം വൂ ചോദിക്കുകയാണ്, അല്ല നിന്നെ നേരത്തെ കണ്ട സമയത്ത് നീ മാർഷൽ സോൾ ഹാളിലുള്ളവരുടെ ഇടയിൽ എങ്ങനെയാണ് നുഴഞ്ഞു കയറിയത്? അപ്പോ നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് ഹുലീനയെ കണ്ടത് മുതൽ നേരത്തെ അവരുടെ കയ്യിൽ പെട്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ടാങ്സൺ വൂവിന് പറഞ്ഞു കൊടുക്കുന്നു. എർമിങ്ങിനെയും ഡാമിങ്ങിനെയും ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഷിയൂണിനെ നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. അവൻ ഹുലീനയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അല്പം കഴിയുമ്പോൾ ഹുലീനയ്ക്കും ബോധം വരുന്നു. എർമിങ്ങിനെയും ഡാമിങ്ങിനെയും കണ്ടു കഴിയുമ്പോൾ ഹുലീന പറയുകയാണ്, അല്പം കഴിയുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. ഷിയൂൺ പറയുകയാണ്, ടാങ്സാൻ വൂവിനെയും കൊണ്ട് രക്ഷപ്പെട്ടു. നീ റോങ് ആയിട്ടുള്ള ആളെയാണ് വിശ്വസിച്ചത്. ടാങ്സാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വൂ പറയുകയാണ്, നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് ഹുലീനയ്ക്ക് നിന്നെ മനസ്സിലായില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. നിന്നെ മനസ്സിലായില്ലെങ്കിൽ പോലും നീ ഹോത്തിയാൻ സെക്റ്റിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ടാങ്സാൻ പറയുകയാണ്, നെതർ വേൾഡ് സിറ്റിയിൽ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും
അതെല്ലാം കേട്ടിട്ട് ഒരു ചെറിയ അസൂയയോടെ വു ചോദിക്കുകയാണ്, അപ്പോൾ ഹുലീനയ്ക്കായിരുന്നു നീ മാർഷൽ സോൾ ഹാളിൽ ചേരണമെന്ന് ആഗ്രഹം? നിഷ്കളങ്കമായിട്ട് ടാങ്സാൻ പറയുകയാണ്, അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ക്രിസന്തുവും ഗോസ്റ്റും ഒന്നും എന്നോട് അത് ആവശ്യപ്പെട്ടില്ല, വേറെ ആരും തന്നെ ആവശ്യപ്പെട്ടില്ല. ചെറിയ ദേഷ്യത്തോടെ വു പറയുകയാണ്, ടാങ്സാൻ നിനക്ക് എല്ലാം പതുക്കെ കത്തുകയുള്ളൂ. ഹുലീനയ്ക്ക് നിന്നോട് ചെറിയ ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹുലീനയെ നോക്കുകയാണെങ്കിൽ യാണിന്റെ അടുത്ത് എത്തിയിട്ട് പറയുകയാണ്, അവരെ കിട്ടിയില്ലേ? നിങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിക്കൂ, അവരെ ഒരിക്കലും മിസ്സാകാൻ പാടില്ല. ബിബി ഡോങ്ങും ഹുലീനയോട് പറഞ്ഞിരുന്നു യാതൊരു കാരണവശാലും ഇപ്രാവശ്യം പരാജയപ്പെടരുതെന്ന്. ടാങ്സാൻ ആകട്ടെ വൂവിനോട് പറയുകയാണ്, നീ വെറുതെ കാട് കയറി ചിന്തിക്കുകയാണ്, ഹുലീനയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. വൂ പറയുകയാണ്, ഞാൻ കാട് കയറി ചിന്തിക്കുകയൊന്നുമല്ല, അതാണ് സത്യം. എന്തൊക്കെ വന്നാലും നീ ടാങ്സാൻ ആണെന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവളെ വഞ്ചിച്ചതിന്റെ പേരിൽ അവൾ നിന്നോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം. ക്രൂരയായിട്ടുള്ള ബിബി ഡോങ്ങിന്റെ ശിക്ഷയാണ് അവൾ. അതേ സ്വഭാവം തന്നെ അവൾക്കും ഉണ്ടാകും. വൂ ആകട്ടെ അതിനുശേഷം ചോദിക്കുകയാണ്, ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രോഗ്രസ് ഉണ്ടാക്കിയതല്ലേ, എനിക്ക് സമ്മാനമൊന്നും തരുന്നില്ലേ? ടാങ്സാൻ അപ്പോൾ വൂവിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ബ്ലൂ സിൽവർ പ്ലാന്റ് ഡൊമൈന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബ്ലൂ സിൽവർ പ്ലാന്റ് എംപററിന്റെ ശക്തി ഉപയോഗിച്ച് അവൻ ഉണ്ടാക്കിയ ഒരു പാവക്കുട്ടിയും സമ്മാനമായിട്ട് കൊടുക്കുന്നു. വൂവിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു മുയലിന്റെ പാവയാണത്. അത് കണ്ട് വൂ പറയുകയാണ്, ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ബ്രേസ്ലെറ്റിനെ ഞാൻ എങ്ങനെയാണോ പരിപോഷിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സമ്മാനത്തെയും ഞാൻ പരിപോഷിപ്പിക്കും. ഒരിക്കലും ഇത് എന്റെ കയ്യിൽ നിന്ന് മിസ്സാകില്ല. എന്നാൽ ടാങ്സാൻ പറയുകയാണ്, അതിന് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ആ ബ്രേസ്ലെറ്റ് എടുക്കുകയാണല്ലോ. ശേഷം ആ ബ്രേസ്ലെറ്റ് എടുത്ത് റിങ് പോലെ ആക്കിയിട്ട് അത് അവളുടെ മുമ്പിൽ വെച്ച് നീട്ടിയിട്ട് പറയുകയാണ്, കഴിഞ്ഞ 5 വർഷം നമ്മൾ വേർപിരിഞ്ഞു, ഇനി ഒന്നിനും നമ്മളെ വേർപെടുത്താനാകില്ല, മരണത്തിന് പോലും. ഈ ഒരു അവസരത്തിൽ ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നറിയാം, പക്ഷേ നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ശേഷം വിവാഹാഭ്യർത്ഥന തന്നെയാണ് നടത്തുന്നത്, എന്നേക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ട് വൂ കരഞ്ഞു പോകുന്നുണ്ട്. അവളും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. മുട്ടുകുത്തി എന്നാണ് ടാങ്സാൻ വിവാഹാഭ്യർത്ഥന നടത്തിയത്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. ഹുലീന ടാങ്സാനോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, നീ ശരിക്കും മാറിപ്പോയിരിക്കുന്നു, കാമായിട്ടുണ്ട്, നിന്റെ ഉള്ളിലുള്ള ഡീമൺ ഡൊമൈൻ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നിനക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടാങ്സാനും അത് തന്നെ ഹുലീനയോടും പറഞ്ഞിരുന്നു. അതായത് രണ്ടുപേരും അവരുടെ ഉള്ളിലുള്ള ഡീമൺ ഡൊമൈനെ നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പഠിച്ചവരാണ് എന്നാണ് അർത്ഥം. പക്ഷേ ടാങ്സാനിലാണ് ശരിക്കും മാറ്റമുണ്ടായത്. ഈ ആക്ടർ നല്ലവണ്ണം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഉള്ളിലുള്ള ഡീമൺ ഡൊമൈനെ കൺട്രോൾ ചെയ്തതിന് ശേഷം വളരെ കാമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ക്യാരക്ടറിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.